മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ദേര സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീം സിംഗിനെ കുറ്റവിമുക്തനാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. 2002 മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ചരിത്രപതി കൊല്ലപ്പെട്ട കേസിൽ CBI കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ ചോദ്യം ചെയ്ത് ഗുർമീത് റാം റഹീം അപ്പീൽ നൽകിയിരുന്നു. 2002 പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ തന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും ഗുർമീത് കോടതിയിൽ വാദിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ജസ്റ്റിസ് വിക്രം അഗർവാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഗുർമീതിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ കേസിലെ മറ്റ് 2 പ്രതികളായ കുൽദീപ് നിർമ്മൽ, കൃഷ്ണൻലാൽ എന്നിവരുടെ ജീവപര്യന്തം ശിക്ഷ കോടതി ശരിവെച്ചു. പൂര സച്ച് എന്ന പേരിൽ സിർസയിൽ പത്രം നടത്തിയിരുന്ന ഛത്രപതി 2002 ഒക്ടോബറിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഗുർമീതിനെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനാൽ ഛത്രപതിയുടെ കൊലപാതകം വലിയ ശ്രദ്ധ നേടിയിരുന്നു. ദേര സച്ച സൗദ തലവൻ നടത്തുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള കത്തുകളും ഈ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് അന്വേഷണം ഗുർമീതിനെത്തി. CBI നടത്തിയ അന്വേഷണത്തിലാണ് ഗുർമീതിനെ പ്രതി ചേർത്തത്. 2019 ജനുവരിയിൽ പച്കുളയിലെ പ്രത്യേക CBI കോടതി ഗുർമീതും മറ്റു പ്രതികളും മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അനുയായികളെ ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഗുർമീത് ഇപ്പോൾ. 2017 കോടതി 20 വർഷത്തെ തടവ് ശിക്ഷ നൽകിയത്. ഈ കാലയളവിൽ 15ഓളം തവണ പരോളിനിറങ്ങിയത് വിവാദമായിരുന്നു. പഞ്ചാബ്, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഗുർമീതിനെ പരോളുകൾ അനുവദിച്ചിരുന്നു. 2022 ഇയാൾ 3 തവണ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആദ്യം ഫെബ്രുവരിയിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 21 ദിവസത്തേക്ക്, പിന്നീട് ജൂണിൽ ഹരിയാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1 മാസത്തേക്ക്, തുടർന്ന് ഒക്ടോബറിൽ ഹരിയാന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 40 ദിവസത്തേക്കും. ഇതിനു മുമ്പ് 2020 ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇയാൾ 40 ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങിയിരുന്നു.